മുമ്പ് ഒരു ഒരു ഭൂമി വഖഫാണോ എന്ന് ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ, ഒരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ അത് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ എൻക്വയറി നടത്തേണ്ടിയിരുന്ന ഓഫീസർ എന്ന് പറയുന്നത് സർവേയർ ആയിരുന്നു. വഖഫ് ബോർഡ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സർവേയറാണ് ഇത് കാര്യങ്ങൾ ചെയ്യുക. വഖഫ് ബോർഡ് ഡയറക്ടറാണ്. നേരെ സൂപ്പർവിഷനിലുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ വേറെ പ്രശ്നമില്ല, കാരണം സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ് ബോർഡ് എന്ന് പറയുന്നത്. ബോർഡ് നിയോഗിക്കുന്ന ഒരു സർവേയർ. ഈ സർവേയറാണ് ഇതെന്ത് ചെയ്യുക, എൻക്വയറി നടത്തി ഇതിൽ കാര്യങ്ങൾ ഡിസ്പ്യൂട്ടൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് വഖഫ് ഭൂമി അല്ലാതെ ഈ പവർ എടുത്ത് നമ്മൾ കളക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് നേരെ ഡൊമൈൻ മാറുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ തന്നെ ആണെങ്കിൽ കൂടി വഖഫിനെ വേറെ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നിടത്തുനിന്ന് മാറുന്നു. അപ്പോൾ ഇതിനുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ഭൂമി എന്താണ് എന്നുള്ള ലോജിക്കിനെ ഇവർ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അതർ ഫോം ഓഫ് ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ഫോം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും വഖഫ് ഭൂമികൾ, ഈവൻ ഇപ്പോൾ US വഖഫ് ഭൂമികൾ, UK വഖഫ് ഭൂമികൾ ട്രസ്റ്റിൻ്റെ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു മുസ്ലിം കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലോ ആളുകൾക്ക് വളരെ അധികം പ്രാക്ടീസിൽ ഉണ്ടായിരുന്ന ഒരു കൺട്രിയാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ഉള്ളത് കൊണ്ട് തന്നെ വഖഫ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതും ഇതിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിനാണ് എന്നുള്ളതൊക്കെ ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു പ്രിൻസിപ്പിളാണ്. ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവസരം എടുക്കുക എന്നുള്ളത്. അത് മുമ്പും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1913 മുസൽമാൻ വഖഫ് വാലിഡേഷൻ ആക്ട് വരാനുണ്ടായിരുന്ന കോണ്ടെക്സ്റ്റും ഇതേപോലൊരു കൺഫ്യൂഷനാണ്. എന്താ ഈ ഭൂമിക്ക് ഒരു പ്രത്യേക എന്നുള്ളൊരു സാധനം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേ ലോജിക്കാണ് ഇവിടെയും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതേ ഇൻകൺസിസ്റ്റൻസി 100 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ ലെജിസ്ലേറ്റീവാണ് അന്ന് ഇൻ്റർഫിയർ ചെയ്തെങ്കിൽ ഇവിടെ ലെജിസ്ലേറ്റീവ് അത്ര നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി അതിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്